ഇപ്പോൾ സിന്ധു ഉണ്ട്, വേണുവിൻ്റെ ഭാര്യ. ഞാനൊന്ന് സിന്ധുവിലേക്ക് പോയ ശേഷം അങ്ങിലേക്ക് വരാം. ശ്രീമതി സിന്ധു, ഈ സമയം ഈ നിമിഷങ്ങളിൽ ഒരു ചർച്ചയിൽ പങ്കെടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നറിയാം. പക്ഷേ നീതിക്ക് വേണ്ടിയുള്ള ഒരു ചർച്ചയാണല്ലോ. ഈ കാര്യത്തിൽ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ പറയാനുള്ള ഒരു സാഹചര്യമാണ്. നേരത്തെ പറഞ്ഞതാണ്. എന്നാൽ കൂടി ഇപ്പോൾ വേണുവിൻ്റെ ശബ്ദരേഖയുടെ അടുത്തൊരു ഭാഗം കൂടി ഇപ്പോൾ ഇന്ന് പുറത്തു വന്ന ദിവസമാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ നൽകിയ വിശദീകരണവും സിന്ധുവും കേട്ടതാണല്ലോ. ചികിത്സാ പിഴവില്ല, ചികിത്സ വേണ്ട വിധത്തിൽ നൽകിയിരുന്നു, ആൻജിയോഗ്രാം ചെയ്യാനുള്ള ഒരു ആരോഗ്യസ്ഥിതിയിലായിരുന്നില്ല വേണു എന്നുള്ളതാണ്. ഇക്കാര്യം നിങ്ങളെ ആരെങ്കിലും ബോധ്യപ്പെടുത്തിയിരുന്നോ സിന്ധു? ഇല്ല, ഒരിക്കലും ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഞാൻ അന്നും ഇന്നും ഒരേ ഇതിലാണ് ഞാൻ പറയുന്നത്. എന്നോട് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞ ഒറ്റ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോയിൻറ്റഡ് പേഷ്യൻസ് വന്നു, അതുകൊണ്ടാണ് ചെയ്യാത്തതെന്നാണ് പറഞ്ഞത്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, അവർക്ക് ചൊവ്വാഴ്ച എക്കോ എടുക്കാറുണ്ടല്ലോ, അതും അവർ ചെയ്തിട്ടില്ല. എക്കോ എടുക്കാൻ അപ്പോയിൻമെൻറ്റ് വേണ്ടായിരുന്നല്ലോ, അതും അവർ ചെയ്തിട്ടില്ല. അതും അവരുടെ വീഴ്ച തന്നെയല്ലേ. ഈ തറയിൽ കിടത്തിയായിരുന്നു ചികിത്സ എന്നുള്ളൊരു കാര്യം ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ബെഡ് കിട്ടിയോ? എന്താണ് സംഭവിച്ചത്? നമുക്ക് ജനറൽ വാർഡിൽ, അതായത് വാർഡ് 28 നമ്മൾ തറയിലാണ് കിടന്നത്. ശനിയാഴ്ച രാത്രി 8:30 ചെന്നു, ഞായറാഴ്ച ഫുള്ള് കിടന്നു. പിന്നെ അതുപോലെ മൺഡേ ഒരു ഉച്ചയോടുകൂടിയാണ് നമ്മളെ അവിടെ നിന്ന് മാറ്റുന്നത്. 11 മണി 12 മണി ആ ഇടയ്ക്കാണ് മാറ്റുന്നത്. ആ സമയം വരെ താഴെ തന്നെയായിരുന്നു. പിന്നെ വാർഡ് 2 പോയപ്പം ഒരു 30 മിനിറ്റോളം എനിക്ക് തോന്നുന്നു തറയിൽ കിടക്കേണ്ടി വന്നു. പിന്നെ ബെഡ് കിട്ടി. ഒരു 2.5 ദിവസം അല്ലേ നിലത്ത് കിടക്കേണ്ടി വന്നു? ബെഡ് കിട്ടിയത് നമ്മൾ ഈ ആശുപത്രിയിൽ ചെന്നത് തൊട്ട് അവഗണനയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു ശബ്ദരേഖ വേണുവിന് നൽകേണ്ടി വന്നത്, സുഹൃത്തിന് അറിയിക്കേണ്ടി വന്നത്? എന്താണ് അതിൽ നിന്ന് സിന്ധു മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ അവിടെയുള്ള തിരക്ക് നമുക്കറിയാം, ഒരുപാട് രോഗികളുള്ളതാണ്. പറഞ്ഞോളൂ. ആദ്യത്തെ അവഗണന എന്ന് പറയുന്നത്, ഞാൻ കാഷ്വാലിറ്റിയിൽ നിന്ന് എല്ലാം എഴുതി വാങ്ങിച്ചു, വാർഡ് 28 അഡ്മിറ്റ് ചെയ്തു. ഞാൻ അവിടെ ഒരു അറ്റൻഡറെ കണ്ടിട്ട്, കാരണം ഞാൻ ഈ വീൽ ചെയർ ആദ്യമായിട്ട് ഉരുട്ടുപോയി, എനിക്ക് അത്രയും ബാലൻസ് ഇല്ല. എൻ്റെ കയ്യിൽ കൊണ്ടുപോയ ഡ്രസ്സും എല്ലാം ഉണ്ട് അഡ്മിറ്റ് ആയതുകൊണ്ട്. MRI സ്കാനിങ് 4 എണ്ണം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊരു അറ്റൻഡറെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവൂ? അദ്ദേഹം ചോദിച്ചു എന്താ? ഞാൻ പറഞ്ഞു, ഈ ഒരു പേഷ്യൻറ്റിനെ വാർഡ് 28 എത്തിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് നിങ്ങളുടെ ജോലിയാണ്, ഞങ്ങൾ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ആദ്യത്തെ അവഗണന. പിന്നെ അതേപോലെ രണ്ടാമത് വാർഡിൽ കൊണ്ടുപോയി 8:30 കൊണ്ടുപോയി, അറ്റാക്ക് വന്നൊരു പേഷ്യൻ്റാണ്, താഴെ കിടക്കാൻ പറഞ്ഞു, താഴെ കിടത്തി. ആ പേഷ്യൻറ്റിന് ആദ്യത്തെ മരുന്ന് 1:45 കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അത് രണ്ടാമത്തെ അവഗണനയാണ് ആ പേഷ്യനോട് കാണിക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മളെ കാർഡിയോളജിയിലോട്ട് വിട്ടു. ആൻജിയോഗ്രാം വെനസ്ഡേ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രൈഡേ ചെയ്യാമെന്ന് പറഞ്ഞു. ചൊവ്വാഴ്ച എക്കോ ചെയ്യാമെന്ന് പറഞ്ഞു. ചൊവ്വാഴ്ച എക്കോ ചെയ്തില്ല. ബുധനാഴ്ച ആൻജിയോഗ്രാം ചെയ്തില്ല. എന്നാൽ വെള്ളിയാഴ്ച ചെയ്യുമോ എന്ന് വെള്ളിയാഴ്ച ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴും അന്നേരം ഹസ്ബൻഡ് ചോദിച്ചു, വെള്ളിയാഴ്ചയും പേഷ്യൻസ് ഉണ്ടെങ്കിലോ എന്ന് ചോദിച്ചപ്പം നമുക്ക് എക്കോ എടുത്തിട്ട് വേറൊരു ദിവസം തരാമെന്ന് പറഞ്ഞു. അതും അവിടെ അവഗണനയാണ്. കാരണം എന്ന് വെച്ചാൽ കൊല്ലത്ത് എമർജൻസി ആൻജിയോഗ്രാം ഇല്ലാത്തത് കൊണ്ടാണ് ആ പേഷ്യൻറ്റിനെ പറഞ്ഞു വിടുന്നത് എന്ന് നമ്മൾ 108 ആംബുലൻസ് ഇല്ലാഞ്ഞിട്ട് പോലും നമ്മൾ പ്രൈവറ്റ് ആംബുലൻസ് വിളിച്ചാൽ എത്രയും പെട്ടെന്ന് എത്തിക്കാന്നുള്ള ഒരു ഒറ്റ ഇതിലാണ് നമ്മളവിടെ എത്തിച്ചത്. എന്നിട്ടും പല വാർത്തയിലും പറയുന്ന കേട്ട് 24 മണിക്കൂർ കഴിഞ്ഞു പോയി, പേഷ്യൻറ്റിന് നില ഗുരുതരമാണ് എന്ന് പറഞ്ഞു. 24 മണിക്കൂർ കഴിഞ്ഞിട്ടില്ല. രാത്രി 2 മണിക്കാണ് നെഞ്ചുവേദന വന്നത്. പിറ്റേന്ന് 8:30 അവിടെ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ആകുമ്പം ഒരു 24 മണിക്കൂറും കഴിഞ്ഞിട്ടില്ല. അവരുടെ ഭാഗത്തു നിന്ന് പറയുന്ന എല്ലാ ഇതും തെറ്റ് തന്നെയാണ്. പിന്നെ അതേപോലെ ആൻജിയോഗ്രാം ചെയ്യാൻ അദ്ദേഹത്തിന് ശരിയായ ആരോഗ്യനിലയില്ലെന്ന് പറഞ്ഞു. ബ്ലഡ് ചെക്ക് ചെയ്തു. അതിൻ്റെ ക്രിയാറ്റിൻ 1.4 ആണെങ്കിലും പുള്ളിക്ക് 1.55ഉം 1.6ഉമേ ഉള്ളായിരുന്നു. ഞാനിവിടെ ഒരു ഹെഡ് നേഴ്സിനെ കാണിച്ചപ്പോൾ പറഞ്ഞത് അത് അധികമല്ല, കുഴപ്പമില്ല, ഒരു പേഷ്യൻ്റ് വില്ലിങ് ആണെങ്കിൽ നമുക്ക് ആൻജിയോഗ്രാം ചെയ്യാം എന്നാണ് പറഞ്ഞത്. അവിടുത്തെ ഒരു ഡോക്ടേഴ്സും പറഞ്ഞിട്ടില്ല ഇത് കാരണമാണ് ആൻജിയോഗ്രാം ചെയ്യാത്തത് എന്ന്. ഒരു ഡോക്ടേഴ്സും എന്നോടും എൻ്റെ ഹസ്ബൻഡിനോടും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ വേറൊരു ഡോക്ടർ, കാരണം വെനസ്ഡേയിലും നടന്നില്ല എന്നറിഞ്ഞപ്പോൾ രാവിലെ ഒരു ലേഡി ഡോക്ടർ ചെന്ന് അവിടെ കാർഡിയോളജി സെക്ഷനിൽ പോയി കണ്ടപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞാൽ
എന്തുകൊണ്ട് ആൻജിയോഗ്രാമോ എക്കോയോ എനിക്ക് ചെയ്തില്ല എന്ന് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചപ്പം അവർ പറഞ്ഞത് അറ്റാക്ക് വന്ന് 3 മണിക്കൂറിനകം നമ്മൾ ആൻജിയോഗ്രാം ചെയ്തില്ലെങ്കിൽ 5 ദിവസത്തെ മരുന്ന് കഴിച്ചതിന് ശേഷം എടുത്താൽ മതി എന്ന് പറഞ്ഞു. പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തിരിച്ചവിടുന്ന് വന്നത്. ഇത് സത്യമായിരിക്കും എന്ന് വിചാരിച്ചു വന്ന് മക്കളോട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, ഇതിൻ്റെ ആയിരിക്കും തലവേദന, നിങ്ങൾ വിഷമിക്കണമെന്ന് ഹാപ്പി ആയിട്ട് പറഞ്ഞു. ആ വൈകുന്നേരമാണ് ആ പുള്ളി മരണപ്പെടുന്നത്. ഇതെല്ലാം അവർ ചെയ്ത അവഗണന തന്നെയാണ് അദ്ദേഹത്തോട്. ഇപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ പുറത്ത് പറയുന്ന ഡോക്ടർമാർ പറയുന്നതെല്ലാം ആ വാദങ്ങളെല്ലാം തെറ്റാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് അല്ലേ? ഞാൻ അന്നും ഇന്നും ഒരു വാദത്തിൽ തന്നെയാണ് ഉറച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ഇതും ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ കൊല്ലത്ത് നമ്മൾ ട്രോപ്പ ടെസ്റ്റ് ചെയ്തപ്പോൾ 1.66 ആണ്. ഇത് 1-ാം തീയതി നമ്മൾ കൊല്ലത്ത് ചെക്ക് ചെയ്തു. അതേപോലെ 2-ാം തീയതി നമ്മൾ ACR ലാബിൽ ചെക്ക് ചെയ്തപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 26.6 ആയിരുന്നു. നമുക്ക് ട്രോപ്പ വേണ്ട റിസൾട്ട് നോർമൽ എന്ന് പറഞ്ഞാൽ 0.019 ആണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് 26.6 ഉണ്ടായിട്ട് പോലും അതെന്നെ അറിയിച്ചതുമില്ല, അവർ ആൻജിയോഗ്രാം ചെയ്തതുമില്ല. അവർക്ക് ഒരു ജീവൻ്റെ വില ഇത്രയൊക്കെ ഉള്ളായിരുന്നു എനിക്ക് ഇപ്പോഴാണ് ഞാൻ എല്ലാ കാരണം ഈ ഓരോരുത്തരും ഇങ്ങനെ വാർത്തകൾ കണ്ടിട്ട് ഇന്ന കാര്യങ്ങൾ പറയുന്ന അനുസരിച്ച് ഞാൻ എൻ്റെ റിസൾട്ട് എടുത്ത് നോക്കിയപ്പോൾ ഇപ്പോഴാണ് ഞാനത് കണ്ടത്. ട്രോപ്പായി 26 ഗ്രേറ്റർ ദാൻ 26.6 ഉണ്ടായിരുന്നു എന്നത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ശരി, ഞാൻ അതെന്തായാലും നമ്മൾ ആ റിസൾട്ട് കൊടുത്തപ്പോൾ ആ ഡോക്ടർ കണ്ടു കാണുമല്ലോ. തീർച്ചയായും.